അപ്പോൾ ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരം, അതായത് IPLന്റെ മൂന്നാമത്തെ മാച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സീസൺ ഓപ്പണർ ഇറ്റ് സെൽഫ്. ശരിക്കും കൊൽക്കത്ത ഈ വർഷം ചാമ്പ്യൻസ് അല്ലായിരുന്നെങ്കിൽ നടക്കേണ്ടിയിരുന്ന ഒരു ഓപ്പണർ, സീസൺ ഓപ്പണറാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മൂന്നാമത്തെ മത്സരം. ദി എൽ ക്ലാസിക്കോ, മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ദ ബിഗ് ടൈം ഗെയിം അല്ലേ. എന്തായാലും അത് ഇന്ന് രണ്ടാം ദിവസം, IPL തുടങ്ങിയ രണ്ടാം ദിവസം തന്നെ അങ്ങനെ ഒരു മാച്ച് വരികയാണെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഓപ്പണർ ആവേണ്ട മാച്ചാണ് കൊൽക്കത്ത ചാമ്പ്യൻസ് അല്ലെങ്കിൽ. എന്തുകൊട്ടെ, പക്ഷേ ഈ തുടക്കത്തിലേ വന്നതിൻ്റെ ഒരു മേൽക്കൈ സത്യം പറഞ്ഞാൽ CSK ഉണ്ടാകാം. കാരണം ഈ ഫസ്റ്റ് മാച്ചിൽ ഹാർദിക് പാണ്ഡ്യ, അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റന് സസ്പെൻഷനാണ്. സോ എന്തായാലും ഹാർദിക് പാണ്ഡ്യ കളിക്കില്ല. അതുപോലെ തന്നെ പരിക്കിലായിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്കും വിശ്രമത്തിലാണ്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സ് ഇല്ലാതെ ഇറങ്ങുമ്പോൾ ക്യാപ്റ്റൻസി സൂര്യകുമാർ യാദവിൻ്റെ കയ്യിലായിരിക്കാം, രോഹിത്തിൻ്റെ കയ്യിലായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറായിട്ട് പറയുകയാണെങ്കിൽ അത് ചെന്നൈക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് ചെന്നൈയിലെ പിച്ചിലാണ് കളി. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് അത്യാവശ്യം നല്ല ബോളിംഗ് ലൈനപ്പാണ്. ഇന്ത്യയുടെ ബെസ്റ്റ് ഇന്ത്യൻ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസിനോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ചേർന്നിട്ടുള്ള രണ്ട് ബോളേഴ്സായിട്ടുള്ള രവീന്ദ്ര ജഡേജ, അതുപോലെ രവിചന്ദ്രൻ അശ്വിൻ, ദ ടു രവീസ്. രണ്ട് പേരുടെയും ഒരു സാന്നിധ്യം ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു മേൽക്കൈ തന്നെയാണ്. ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ കോൺവേ ഇല്ല, പകരം ഋതുരാജ് ഗെയ്ക്വാദും ഈ പറഞ്ഞ പോലെ രച്ചിൻ രവീന്ദ്ര. ഇവർക്ക് 3 രവീസ്. ഈ രവി എന്നുള്ള പേരുണ്ടെങ്കിൽ CSK എടുക്കുന്നതാണ് എന്തായാലും. അപ്പോൾ രച്ചിൻ രവീന്ദ്ര ഓൾസോ ഓപ്പണറായിട്ടുണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ യൂഷ്വൽ സസ്പെക്ട്സ് ആയിട്ടുള്ള ശിവം ദുബെ, അതിൽ രാഹുൽ ത്രിപാഠി ഈസ് ആൻ അഡീഷൻ. അപ്പോൾ അതും അവരൊക്കെ എങ്ങനെ കളിക്കുമെന്ന് നോക്കിക്കാണണം. ചെന്നൈ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചായിരിക്കും. അപ്പോൾ സ്പിന്നിനെ പറ്റി പറയുമ്പോൾ ചെന്നൈയുടെ സ്പിന്നറായിട്ടുള്ള സാന്റ്നർ മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിലെ പ്ലേയിങ് ലെവലിൽ എന്തായാലും നമ്മുടെ സാന്റ്നറും ഉണ്ടാവും. ഓക്കെ, അതുപോലെ രോഹിത് ശർമ്മ, തിലക് വർമ്മ, പിന്നെ സൂര്യകുമാർ യാദവ്, റയാൻ റിക്കിൾട്ടനെ എങ്ങനെ കളിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണും. ചിലപ്പോൾ ഓപ്പണറായിട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇറങ്ങുമായിരിക്കണം. അതുപോലെ ഇഷാൻ കിഷനൊക്കെ സൺറൈസേഴ്സിൽ പോയേക്കാണല്ലോ. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യും, നമാൻദിർ എങ്ങനെ കളിക്കും ഒക്കെ ഉള്ളത് നമ്മൾ നോക്കി കാണേണ്ടി വരും. എന്തായിരുന്നാലും ഇന്നത്തെ മൂന്നാം മത്സരം, അതായത് ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ഞാൻ ചെന്നൈക്ക് മേൽക്കൈ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് ആണെങ്കിൽ, അതായത് പിച്ച് സ്പിന്നിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ചെന്നൈക്കൊരു നേരിയ മുൻതൂക്കം നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഡ്യൂ ഫാക്ടർ തള്ളിക്കളയാൻ പറ്റില്ല. നൈറ്റ് മാച്ചാണ്, ഒരു പക്ഷേ ഡ്യൂ വരാം. അപ്പോൾ അതുകൊണ്ട് ടോസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നുള്ളത് ഫസ്റ്റ് മാച്ച് RCB വേഴ്സസ് KKR നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവാം. കാരണം ആ മാച്ചിലും ഡ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KKRന് ഒരു പോയിന്റിൽ ഗ്രിപ്പായിരുന്ന പോലെയല്ല ഡ്യൂ വന്നതിന് ശേഷം ബോൾ ഗ്രിപ്പായത്. എന്തുകൊണ്ട് അവരത് സെക്കൻഡ് ബോൾ യൂസ് ചെയ്തില്ല എന്നുള്ളത് ഞാൻ ചിന്തിച്ചായിരുന്നു. അതെന്തോട്ടെ, അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട. അതെന്തായാലും മുംബൈ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്, മാച്ച് അറ്റ് ചെപ്പോക്ക്, തമിഴ്നാട്ടിലാണ് മാച്ച്. അപ്പോൾ എന്ത് പറയാനാ, ചെന്നൈക്ക് മേൽക്കൈ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ആര് ജയിക്കും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. എൽ ക്ലാസിക്കോയാണ്. മത്സരത്തിലേക്ക് നോക്കി കാണാം.